നമ്മളെപ്പോഴും പറയാറുണ്ട് ഇതേ കണക്കുണ്ടെങ്കിൽ ആൾക്കാരെ സഹായിച്ചാൽ നമുക്ക് നല്ലത് മാത്രമേ നടക്കൂ എന്നുള്ള രീതിയിൽ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ആ കാര്യം ഉണ്ടെങ്കിൽ ബിഷപ്പിൻ്റെ കാര്യത്തിൽ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. രേണുസുതിക്ക് ഉണ്ടെങ്കിൽ ഇതേ കണക്ക് പുരയിടം കൊടുത്തതിനെ തുടർന്നുണ്ടെങ്കിൽ അന്ന് തൊട്ട് ഇതേ കണക്ക് ബിഷപ്പിനുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടകാലമെന്ന് തന്നെ പറയുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു അറിവെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഈ രേണുസുതിക്കൊക്കെ കൊടുത്ത പുരയിടത്തിന് ചുറ്റിനും വേറെ ഒരുപാട് പുരയിടമുണ്ട്. ഇതേ കണക്ക് ബിഷപ്പിൻ്റെ തന്നെയാണ്. ബിഷപ്പൊക്കെ ഉണ്ടെങ്കിൽ പലവട്ടം അത് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ നടക്കുന്നില്ല. വരുന്ന എല്ലാവരും ഇതേ കണക്കുണ്ടെങ്കിൽ രേണുസുതിയെ പറ്റിയുള്ള കാര്യങ്ങളും അതോടെ തന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അതോടെ തന്നെ മീഡിയ എപ്പോഴും ഒക്കെ വരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം ആരും വാങ്ങാൻ വരുന്നില്ലെന്നുള്ളൊരു കാര്യമാണ് അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഒരുപാട് പേരുണ്ട് ഇതേ കണക്ക് വരുമ്പോഴത്തേക്ക് ഇവരെ പറ്റിയുള്ള വിവരം അറിയുമ്പോഴത്തേക്ക് അത് വേണ്ടെന്ന് വെച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇത് കാരണം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതേ കണക്ക് വരുന്നതല്ലാതെ വാങ്ങാൻ പറ്റുന്നില്ല. ഇദ്ദേഹം ഉണ്ടെങ്കിൽ ആ പുരയിടം വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും വിറ്റ് പോകുന്നില്ലെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കിയാൽ പോലും അത്ര വലിയ പ്രശ്നങ്ങളില്ല. അതോടെ തന്നെ രേണുസുതി ഉണ്ടെങ്കിൽ ഓരോ ദിവസം പോകുന്നവരും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ സമ്പന്നരായിക്കൊണ്ട് തന്നെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഇത് കണക്ക് ബിഷപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്നവരുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടത്തിലാണ് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത്. അദ്ദേഹത്തെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ പുരയിടം പോലും വിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത്. ഇതുകൊണ്ടാണ് ചില സമയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരെ സഹായിക്കുമ്പോഴത്തേക്ക് നോക്കിയും കണ്ട് സഹായിക്കണമെന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ ഇതേ കണക്കുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും പോകേണ്ടി വരുന്നത്.